Nilufer, a bud, nipped in her prime, ere she could flower, rife with illness and misery thereof. She is the guiding light of solace. She has bid farewell to this world, leaving us a legacy, that of putting our hearts and souls into bringing relief and comfort to children plagued by illnesses with limited scope for a cure. The setting sun put a poser to this world. Here am I sinking and setting. Now, who will carry on my mission? Stunned and petrified into silence, the living and non-living world alike heard a little clay lamp pipe up a moment later. I promise to carry out your mission to the best of my ability, O Lord. What Tagore, that radiant sun among poets, envisioned in the above poem, that little clay lamp, that is what Solace aspires to become through its unstinting service. Around us are many tiny tots, consigned by fate to languish in the dark abysses of despair, and denied the rosy path of life by a host of maladies like cancer, thalassemia, Wilson's disease, mental retardation, hemophilia, and many such. A lot of parents have little to treat their loved kids. Their predicament is perhaps the greatest any human being has to suffer. This revelation is what gave birth to Solace. Solace എന്ന ആശയം മനസ്സിൽ വന്നപ്പോൾ ഞാനത് പങ്കുവച്ചത് എനിക്ക് ഏറ്റവും മനസ്സടുപ്പമുള്ള 10-11 ആളുകളോടാണ്. ഡോക്ടർ ദിവാകരൻ, എം ദിവാകരൻ, പ്രൊഫസർ എൻ ഗോകുൽദാസ്, ഡോക്ടർ അജയൻ തുടങ്ങിയ കുറേ ആളുകളാണ് അവർ. അങ്ങനെ 11 ആളുകൾ അടങ്ങുന്നൊരു ട്രസ്റ്റാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതിൽ ഡോക്ടർ ദിവാകരൻ ഞങ്ങളുടെ പ്രസിഡൻ്റാണ്. അദ്ദേഹം മാർഗദർശിയായി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് സൊലസ് തുടങ്ങാനേ പറ്റില്ലായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ആ 11 ആളുകളിൽ നിന്നും ഒരുപാട് നല്ല മനസ്സുകളിലേക്ക് ഈ കൂട്ടായ്മ വളർന്നു വന്നു. നല്ല മനസ്സുള്ള ആളുകളുടെ കൂട്ടായ പ്രവർത്തനമാണ് ഇന്ന് സൊലസുള്ളത്. അതിൽ അവരാണ് ആ വളണ്ടിയേഴ്സ്. നിരുപാധികമായി ഇതിൽ വന്ന് പ്രവർത്തിക്കാൻ തയ്യാറുള്ള ഒരുപാട് ആളുകളുടെ പ്രവർത്തനമാണ് ഇന്ന് സൊലസിൻ്റെ ഊർജം. സൊലൈസ് എന്ന ആശയം ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ ആദ്യമായി ഷീബ പങ്കുവെക്കുന്നത് എന്നോടൊക്കെ ആയിരിക്കും. അന്ന് ഇതുപോലൊരു ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഒരു സംശയവുമില്ലും കൂടാതെ തന്നെ ഉറപ്പായിരുന്നു നമ്മൾ ഇടപെടേണ്ട ഒരു മേഖലയാണ് ഇതെന്ന കാര്യത്തിനെക്കുറിച്ച് ഒരിക്കൽ പോലും സംശയിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ അന്ന് ആ സന്ദർഭത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ ഒരിക്കലും സൊലൈസ് എന്ന സംഘടന ഇത്ര വേഗതയോടുകൂടി ഇതുപോലെ ഒരു സംഘടനാ സംവിധാനം ആർജിക്കുകയും ഈ തലത്തിലേക്ക് വളരുകയും ചെയ്യുന്നത് ആലോചിക്കാൻ പോലും സാധ്യമാകുമായിരുന്നില്ല. പക്ഷേ ഇന്ന് സൊലൈസ് 400-ലധികം കുട്ടികളെ സഹായിക്കുന്ന, ഏതാണ്ട് മാസം 5 ലക്ഷത്തോളം രൂപ സഹായമായി നൽകാവുന്ന ഒരു സംഘടനയായി സൊലൈസ് വളരുകയാണ് ചെയ്തത്. ഒരു സംഘടനയെക്കുറിച്ച് നമ്മൾ സാധാരണ ആലോചിക്കുക എന്ന് പറയുന്നത് ബുദ്ധി കൊണ്ടാണ് ആലോചിക്കാറ്. പക്ഷേ സൊലൈസ് എന്ന സംഘടന ഷീബയുടെ ഹൃദയത്തിൽ നിന്നുണ്ടായ സംഘടനയാണ്. ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഷീബയുടെ ഹൃദയമിടിപ്പാണ്. Solace made its presence felt initially in 2007, starting a play therapy unit in Thrissur Medical College. This unit aims at restoring their lost playgrounds to children afflicted with diseases requiring long-term treatment like cancer. രോഗബാധിതരായ കുഞ്ഞുങ്ങളും
അവരുടെ മാതാപിതാക്കളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ നമ്മൾക്ക് അത്ര പ്രശ്നങ്ങൾ തോന്നില്ല. പലപ്പോഴും സഹതാപമാണ് നമ്മുടെ മുന്നിലേക്ക് എടുത്തു വരുന്നൊരു വികാരം. പക്ഷേ സഹതാപമല്ല വേണ്ടത്, അവരുടെ കൂടെ നിൽക്കുക, അവരുടെ പ്രശ്നങ്ങളിൽ നമുക്ക് കഴിയാൻ വിധം ആക്റ്റീവായിട്ട് തന്നെ ഇടപെടുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു ധർമ്മം. അപ്പോൾ രോഗം എന്നുള്ളത് അവരവരുടെ കുടുംബത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, സമൂഹത്തിൻ്റെ ഒന്നാകെയുള്ളൊരു ഉത്തരവാദിത്തമാണ് എന്നൊരു തിരിച്ചറിവ് തന്നെയാണ്. അപ്പം വളരെ പരസ്പരാശ്രിതമായ ഒരു സമൂഹം തന്നെയാണ് നമ്മുടെ. അതിൻ്റെ ഒരു തിരിച്ചറിവ് തന്നെയാണ് സൊളൈസ് എന്ന സംഘടനയിലൂടെ നമ്മൾ കൊണ്ടുവരുന്ന ഒരു സങ്കല്പം. അതാണ് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെ. ഈ പ്ലേ തെറാപ്പി യൂണിറ്റ് സൊളസിൻ്റെ സഹായത്തോടെ ആണ് മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ട് പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ തുടങ്ങിയത്. ഇത് ലുക്കീമിയയുടെ ട്രീറ്റ്മെൻറ്റിനായി ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ അഡ്മിറ്റ് ചെയ്ത കുട്ടികൾക്ക് വേണ്ടിയാണ്. അവർ സാധാരണ ഒരു 2-3 മാസം ഹോസ്പിറ്റലിൽ കിടന്നാണ് അവരുടെ ചികിത്സ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജസിലെ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ അവർക്ക് കളിക്കാനും സമയം പോകാനായിട്ട് വേണ്ടിയാണ് ഈ പ്ലേ ഏരിയ ഞങ്ങൾ ഉണ്ടാക്കിയത്. 2 ദിവസത്തിലോ 3 ദിവസത്തിലോ മരുന്ന് കൊടുത്ത് ചികിത്സിച്ച് മാറുന്ന രോഗങ്ങളല്ലാതെ 6 മാസവും ചിലപ്പോൾ 1 വർഷവും ചിലപ്പോൾ 5-6 വർഷവും ചികിത്സ വേണ്ടി വരുന്ന കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അഡ്മിറ്റ് ആവേണ്ടി വരുന്നുണ്ട്. പിന്നെ ആഴ്ചയിൽ കാണിക്കേണ്ടി വരും. ചിലപ്പോൾ 2-3 മാസം കൂടുമ്പോൾ വന്ന് അഡ്മിറ്റ് ആവേണ്ടി വരും. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പ്ലേ റൂമിൽ ഒരുപാട് കളിപ്പാട്ടങ്ങളും പുസ്തകങ്ങളും വേറെ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് അവരെ എൻഗേജ് ചെയ്യുന്നു. കുട്ടികളിങ്ങനെ ആക്റ്റീവായിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് വീടിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിൻ്റെ ദുഃഖമോ അസുഖത്തിൻ്റെ ദുഃഖമോ ഒന്നും അത്ര അധികം തോന്നുകയില്ല. Solace also bears the brunt of the expenses to treat such children every month. This holds good not only for the chemo and radiotherapy of cancer-afflicted children, but also for children with thalassemia, nephrotic syndrome, hepatitis B, etc. The families of such children face many social problems. As people have to go to and fro hospitals with their sick children, they find it difficult to work regularly and make both ends meet. Solace provides them rice kits containing rice and other cereals, pulses, sugar and coconut oil. Education for the siblings of the patients, dingy, leaky shacks for houses are all problems they grapple with. The constant home care visits by Solace volunteers helps identify and rectify such problems. ഞങ്ങളുടെ പ്രവർത്തനത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി അവരുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുക എന്നുള്ളത്. അല്ലെങ്കിൽ അവർ കുട്ടികളുമായിട്ട് ഞങ്ങളുടെ ഓഫീസിൽ വരുമ്പോഴും അവരുമായിട്ടുള്ള സംസാരം, ആ സംസാരത്തിൽ ഞങ്ങൾ ഒരു നല്ല ലിസണറാണ്, നല്ല കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അവരുടെ കാര്യം എന്നുള്ള ഫീലിംഗ് അവർക്കുണ്ടാക്കണം. ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കണമെങ്കിൽ അവരുമായിട്ട് നമ്മൾ ഇഴുകിച്ചേരണം, അവരുമായിട്ട് അവരിലൊരാളാണെന്നുള്ള ഫീലിംഗ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ ആ ഒരു ഉണ്ടാക്കി കൊടുക്കലിലൂടെയാണ് നമുക്ക് അവരുടെ സാമൂഹ്യ പ്രശ്നങ്ങളും അവരുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസും അവരുടെ ബാക്കിയുള്ള ബന്ധുക്കളുടെ
ഇടയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അവർ ഹൃദയം തുറക്കണം. രോഗിയുടെയും കുടുംബത്തിൻ്റെയും പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളോട് അവർ പറയാത്ത ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങൾ അവർക്കുണ്ടാവും. അത് നമ്മൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് മുഴുവനായിട്ടല്ലെങ്കിലും ഒരു പരിധിവരെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് അതിന് പരിഹാരം ഉണ്ടായി കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയാറുമുണ്ട്. ഉദാഹരണമായിട്ട് വീട് ചോർന്നൊലിക്കുകയാണെങ്കിൽ അതിൻ്റെ റിപ്പയറിംഗ് ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പഠിപ്പ് മുടങ്ങിക്കിടക്കുകയാണെങ്കിൽ അതിന് ഉള്ള സഹായം ചെയ്തു കൊടുക്കാൻ പറ്റും. അതുപോലെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് റൈസ് കിറ്റൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അവർക്ക്. സൊലൈസ് എന്ന ആശയത്തോട് എനിക്ക് വളരെയധികം യോജിപ്പാണ്. അതിൽ നന്നായി പ്രവർത്തിക്കണമെന്നുണ്ട്. പക്ഷേ കുട്ടികളുടെ വിഷമങ്ങൾ കാണാനുള്ള മനക്കരുത്ത് എനിക്കില്ല. ഈ പ്രവർത്തനങ്ങൾക്ക് പണം ധാരാളം ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി പണം കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളിലാണ് ഞാൻ ഏർപ്പെട്ടിരിക്കുന്നത്.
കാത്തിരിക്കും നേരം വേളുത്താൽ പിന്നെ വഴിയൊരു നോക്കിയിരിക്കും കുഞ്ഞാഞ്ഞേ കുഞ്ഞാഞ്ഞേ കുട്ടിമാൻ കുഞ്ഞാഞ്ഞേ. 475ഓളം കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളാണ് ഞങ്ങൾ സൊലസിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാസം തോറും 5 ലക്ഷത്തിലധികം രൂപയോളം ഇവർക്ക് വേണ്ടി ഞങ്ങൾ ചിലവാക്കുന്നുണ്ട്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ യാതൊരു ഉപാധികളും ഇല്ലാതെയാണ് ഞങ്ങൾ ഇതിൽ പ്രവർത്തിക്കുന്നത്. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നത് ആത്മസംതൃപ്തിയാണ്. Many fathers desert their families with such problem children. It's the mother's lot to fondle and nurture her child. Mothers' weekly conclaves act as fora where they can share their miseries and experiences and exchange practical ideas on the upbringing of their offspring. The annual Sneha Sangamam acts as an event that brings together the sick children and families from various places together with Solace workers and kind-hearted individuals who support the movement. Annual fundraising event of Solace is a musical evening called Snehardramai. Solace believes that people living in an area should come together and pool their efforts to tackle the problems facing them. To revive such a culture, closeness and interdependence, Solace has started a satellite center in Ernakulam. എറണാകുളത്തും കുറേ സുഖമില്ലാത്ത കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടി സൊലസിൻ്റെ സ്ഥാപനം എറണാകുളത്തുണ്ടെന്ന് അറിയിച്ച് അവരെ ഇങ്ങോട്ട് വരുത്തി അവരെ സഹായിക്കുകയാണ് ഇപ്പം നമ്മളുടെ ലക്ഷ്യം. By now, Solace has intervened in the management of 450 children. More than 4 lakhs rupees per month is being spent on such activity. Society has awoken to the fact that Solace has been able to make a few ripples of change and hope in the lives of children needing long-term care and their lot. സൊലസിൻ്റെ പ്രവർത്തനങ്ങളുടെ സത്ത മനുഷ്യത്വവും ആർദ്രതയും മാനുഷികമായ ഊഷ്മളതയുമാണ്. മനുഷ്യർ തമ്മിലുണ്ടായിരിക്കേണ്ട പാരസ്പര്യവും പരസ്പരാശ്രിതത്വവും അതിനൊരു മാധ്യമമാവുകയാണ് സൊലസ്. ആ ഒരു മനുഷ്യത്വം എന്ന് സൊലസിൽ നിന്ന് ഇല്ലാതാവുന്നുവോ അന്ന് സൊലസ് നിന്നു പോകണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതായത് ഒരു സ്ഥാപനവൽക്കരണം സൊലസിൻ്റെ ലക്ഷ്യമല്ല എന്നർത്ഥം. Awards like Vanitha Woman of the Year, CNN IBN Real Hero, VT Bhattatripad Smaraka Award, KV Surendranath and Sahodran Ayyappan and Trilance Awards all stand testimony to this. Recently, the foundation stone of the Aftercare Center of Solace was laid at Kiralur, a dream come true. We know that all the problems of these children and their families are beyond the capabilities of Solace. Yet, we try to lend a helping hand and accompany them at least along part of their arduous journey.